ഓസ്ട്രേലിയയുമായി വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. ഇന്തോനേഷ്യൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 3 രാജ്യങ്ങളുടെ വിദേശ പര്യടനത്തിന്റെ 2ാം ഘട്ടമായി ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തിച്ചേർന്നു. ബുധനാഴ്ച വൈകിട്ടാണ് മോദി മെൽബൺ വിമാനത്തിലെത്തിയത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് ഉന്നത സർക്കാർ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ ഔപചാരികമായി സ്വീകരിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ കമ്പനി. ഓസ്ട്രേലിയയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പ്രമുഖ കമ്പനിയായ ഓസ്ട്രേലിയൻ സൂപ്പറാണ് ഇന്ത്യയിൽ 2800 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ മുൻനിര വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. യോഗത്തിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് പ്രഖ്യാപനം നടത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. കമ്പനിയുടെ വൻ നിക്ഷേപ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ മികച്ച സാമ്പത്തിക വളർച്ച ആഗോള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയയുമായി വ്യാപാര, സാമ്പത്തിക മേഖലകളിൽ കൂടുതൽ സഹകരിച്ചു മുന്നോട്ട് നീങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മെൽബണിൽ ഇന്ത്യൻ വംശജരുടെ വലിയ സ്വീകരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിരവധി സുപ്രധാന കരാറുകളും ചർച്ചകളും നടത്തിയ ശേഷമാണ് മോദി ഓസ്ട്രേലിയയിലെത്തിയത്. 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും പ്രവാസികളുടെ സമ്മേളനത്തിലും മോദി സംസാരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന് ശക്തമായ അടിത്തറ പാകിയത് പരസ്പര ബഹുമാനവും വിശ്വാസവുമാണെന്നും ഇതിന്റെ യഥാർത്ഥ കാരണം ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ജീവിതശൈലികൾ വ്യത്യസ്തമാണ്. ക്രിക്കറ്റിലെ പോരാട്ടം വാശിയേറിയതാകും തോറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിനും ആഴമേറുന്നു എന്നായിരുന്നു മോദി കരഘോഷങ്ങൾക്കിടെ പറഞ്ഞത്. ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം തിളക്കമേറിയതായി പരിഗണിക്കുന്നു. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ പ്രാധാന്യം നൽകും. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, കായികം, സ്പോർട്സ്, സയൻസ് എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഓസ്ട്രേലിയൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വ്യാപാര കരാറുകൾ വിപുലീകരിക്കുന്നതിലൂടെ സാമ്പത്തിക രംഗത്തും വലിയ മുന്നേറ്റമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സാങ്കേതികവിദ്യ കൈമാറ്റവും ഗവേഷണ മേഖലയിലെ സംയുക്ത പദ്ധതികളും ഇരു നേതാക്കളുടെയും ചർച്ചകളിൽ ഇടം പിടിക്കും. ഓസ്ട്രേലിയയിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ഓസ്ട്രേലിയൻ ഇന്ത്യ ഓർക്കസ്ട്ര അവതരിപ്പിച്ച സംഗീതശില്പം ശ്രദ്ധ നേടി. ഇതിന്റെ വീഡിയോ നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ചു. സംഗീതം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഈ പ്രകടനം മനോഹരമായി കാണിച്ചു തന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓർക്കസ്ട്രയിലെ ഓരോ അംഗത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതിന് ലഭിക്കുന്ന ആഗോള സ്വീകാര്യതയാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയുടെ പൗരാണിക വാദ്യോപകരണമായ ഡിഡ്ജറിഡുവും ഇന്ത്യയുടെ തബലയും ചേർന്നുള്ള സംഗീത വിരുന്നും പ്രധാനമന്ത്രി ആസ്വദിച്ചു. ഡിഡ്ജറിഡു കലാകാരനായ റോൺ മുറയും തബല മാന്ത്രികൻ ഡോക്ടർ സാം ഇവാൻസുമാണ് പരിപാടി അവതരിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ 2 സംഗീതോപകരണങ്ങൾ തമ്മിലുള്ള ഇഴയടുപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധത്തെയാണ് പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം കുറിച്ചു. സംഗീത പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കലാകാരന്മാരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വീകരണ പരിപാടിക്കിടെ നടന്ന കഥക് നൃത്തവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. നർത്തകർക്കൊപ്പമുള്ള ചിത്രവും അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുടനീളം ഇന്ത്യൻ നൃത്തങ്ങൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.